അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കുറച്ചു നാളുകളായി തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വളരെ ആശങ്കപ്പെടുത്തുന്നതല്ലേ? അതെ, വളരെ ശരിയാണ്. ആശങ്കപ്പെടുത്തുന്നതാണ് വാർത്തകൾ. കഴിഞ്ഞ ദിവസം നമ്മളിത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു, ഈ അപ്പോളോ ആശുപത്രിയിലാണ് എം.കെ. സ്റ്റാലിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ ചികിത്സയിലാണ്. അവിടുത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ നമുക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമാണെന്നൊക്കെയുള്ള ചില സൂചനകൾ കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചർച്ച ചെയ്തത്. പക്ഷെ അന്ന് അവിടുത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, രാവിലെ നടക്കാൻ പോയപ്പോൾ ചെറിയ ക്ഷീണം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് തലകറക്കം ഉണ്ടായി. ആ തലകറക്കം ഉണ്ടായതിന് കാരണം ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാം ചെയ്തു. അതിൻ്റെ തുടർ ചികിത്സകൾ ഇനി നിശ്ചയിക്കും. പക്ഷേ അദ്ദേഹം ഒരു അപകടനിലയിലല്ല, അപകടഘട്ടം അല്ല. എങ്കിലും അത്ര ഈ പറഞ്ഞതുപോലെ ഒരു സുഖകരമായ അവസ്ഥയിലല്ല. ആരോഗ്യം പ്രശ്നങ്ങളുണ്ട്, മോശമാണ്. വളരെ കാര്യമായ ചികിത്സ അദ്ദേഹത്തിന് വേണം എന്നുള്ളതാണ് പൊതുവെ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ വാർത്തകളൊക്കെ പുറത്തു വന്നു, അദ്ദേഹത്തിന് ഈ തലകറങ്ങി വീണതാണെന്നും അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നും അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആൻജിയോഗ്രാം ചെയ്തുവെന്നും പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ തുടർ ചികിത്സ നൽകും എന്നും ഒക്കെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നു. പൊതുവെ ഈ ഇത്തരം രാഷ്ട്രീയ നേതാക്കളും അധികാരസ്ഥാനത്തിരിക്കുന്നവരും ഒക്കെ ഇങ്ങനെ സുഖമില്ലാതെയായി ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ആശുപത്രിക്കാർ സത്യം പറയില്ല. അവർ മെഡിക്കൽ ബുള്ളറ്റിൻ തൃപ്തികരമായി തുടരുന്നു. ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഹോസ്പിറ്റലിലായിട്ട് തന്നെ ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിയുന്നു. അപ്പോൾ അന്ന് തുടക്കം പറഞ്ഞ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് ആശുപത്രി വിടും. ഇപ്പോൾ അവർ വീണ്ടും പറയുന്നു ഇനി 2 ദിവസം. അല്ലാതെ അങ്ങനെയാണ്. ഈ ആശുപത്രിക്കാർക്ക് ചില വാക്കുകളുണ്ട്. ആശാവഹമായ പുരോഗതി, ആരോഗ്യനില തൃപ്തികരം, ഹൃദയം, കിഡ്നി, വൃക്ക തുടങ്ങിയ അവയവങ്ങളെല്ലാം പ്രവർത്തനക്ഷമമാണ്, നേരിയ പുരോഗതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അത് ഈ ആശുപത്രിക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചില ഇത്തരത്തിലുള്ള വാക്കുകളെ എടുത്ത് ആക്ഷേപ രൂപത്തിൽ അവർ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവേ ആശുപത്രിക്കാരല്ല, ഈ മെഡിക്കൽ ബുള്ളറ്റിൻ എന്ന് പറയുന്നതിനൊരു ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് പോലൊരു സാധനമാണത്. അതിനിങ്ങനെയൊക്കെ അവർ പറയുള്ളൂ. പക്ഷേ ഇതത്ര നിസ്സാരമായിട്ട് കരുതാവുന്നതല്ല. ഈ സ്റ്റാലിൻ പൊതുവെ ആരോഗ്യം അദ്ദേഹത്തിൻ്റെ ദുർബലമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇന്ന് എം കരുണാനിധിയുടെ മകൻ എന്നുള്ള ഒരു ലേബൽ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ കരുണാനിധിയുടെ മകൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ചെന്നൈ കോർപ്പറേഷൻ്റെ മേയറായതും പിന്നീട് ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ മുഖ്യമന്ത്രിയായതും. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം തമിഴ്നാട് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ബാധിക്കുമല്ലോ. പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയം പുതിയൊരു രീതിയിലേക്ക് പോകുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊള്ളുന്നു. ആ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ അധികാരം പിടിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നു. അതിനിടയിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ DMK പ്രത്യേകിച്ച് സ്റ്റാലിനെ അലട്ടുകയാണെങ്കിൽ അത് ആ പ്രചരണ രീതിയെല്ലാം വലിയ രീതിയിൽ ബാധിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമുണ്ട്. അദ്ദേഹത്തിന് ഒരു സിനിമാ പുത്രനായല്ലേ മാറിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അല്ല, ഈ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനൊന്നും രാഷ്ട്രീയത്തിൽ അത്ര പരിചയവുമില്ല, അനുഭവ സമ്പത്തുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വിടുവായത്തനം വിളിച്ചു പറയാൻ മിടുക്കനാണ് താൻ. ഈ ജനങ്ങൾ ഒരു നേതാവിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന അനേകം പേരിൽ ഒരാളെ തങ്ങളുടെ നേതാവായിട്ട് അവർ കണ്ടെത്തുകയാണ്. ഉദാഹരണത്തിന് കെ കരുണാകരൻ കേരളത്തിൽ, അദ്ദേഹം ഒരു അനിഷേധ്യനായ നേതാവായിരുന്നു. കോൺഗ്രസ്സുകാരോട് സ്നേഹം ഉണ്ടായിട്ടല്ല എല്ലാവരും പോയി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത്. കെ കരുണാകരനെ പോലൊരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഇദ്ദേഹം പ്രാപ്തനാണ്, കേരളത്തെ ഭരിക്കാൻ, കേരളത്തെ രക്ഷിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം പ്രാപ്തനാണ് എന്നൊരു തോന്നൽ. ഇതേ തോന്നലാണ് ഇ.കെ. നായനാരെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്നത്. അതേ തോന്നലാണ് VS അച്യുതാനന്ദനെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്നത്. അഴിമതിരഹിതനായ VS, ഈ സ്ത്രീ സംരക്ഷകനായ VS, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊരു അത്തരത്തിൽ അവരൊരു ഇമേജ്, ഒരു പ്രതിച്ഛായ ഈ വ്യക്തിയിൽ അവർ കൽപ്പിക്കുകയാണ്, ജനങ്ങൾ കൽപ്പിക്കുകയാണ്. അത് അവരുടെ പ്രവർത്തനം കണ്ടിട്ടാണ്. ഈ നേതാവ് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഇടപെടുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഒരു കാര്യം എങ്ങനെ എളുപ്പത്തിൽ സാധിക്കുന്നു, എങ്ങനെ പരിഹരിക്കുന്നു, ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു നേതാവിനെ അവർ കണ്ടെത്തുകയാണ് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ, ഇപ്പോൾ ആരുമാകട്ടെ,
ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ മുതിർന്നയാളോ ഒക്കെ ആകട്ടെ, പക്ഷെ ആ വ്യക്തിയിൽ അവർ തങ്ങളുടെ നേതാവിനെ, തങ്ങൾക്കൊരു ആശ്രയം അവർ കണ്ടെത്തുകയാണ് ജനങ്ങൾ. ഇവിടെ അതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നമുക്കറിയാം, BJP-യിലെ അണ്ണാമലൈ, ഈ കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന് പറയുന്ന നേതാവ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഉണ്ടായി വന്നതല്ല. നിരന്തരമായ അദ്ദേഹത്തിൻ്റെ കുറച്ചു കാലത്തെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ജീവിതം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് വായിച്ചെടുത്ത് തമിഴ് ജനത അദ്ദേഹത്തിലൊരു നേതാവിനെ കണ്ടെത്തി. അദ്ദേഹം ഒരു വാദം മുന്നോട്ട് വെച്ചു, എൻ മണ്ണ് എൻ മക്കൾ എന്നൊരു വാദം മുന്നോട്ട് വെച്ചു. അതൊരു സ്ലോഗനായിരുന്നു. അതും പറഞ്ഞ് അദ്ദേഹം തമിഴ്നാട് മുഴുവൻ യാത്ര ചെയ്തു, നടന്നു. അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്, നിസ്സാരമൊന്നുമല്ല. അദ്ദേഹം വെറുതെ ഒരു സ്ഥലത്ത് വന്നാൽ വളരെ പെട്ടെന്ന് അവിടെ 100 കണക്കിന് ആൾക്കാർ ചുറ്റും കൂടും. അദ്ദേഹത്തിൽ ഒരു വലിയ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ MGR-ന് ശേഷം ഇത്രയും ക്രൗഡ് പുള്ളറായൊരു നേതാവിനെ കണ്ടിട്ടില്ല. പൊതുവേ തമിഴ്നാട്ടിലൊക്കെ പറയുന്നത്, ഒരു യോഗം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമ്മേളനം നടത്തി, ആ സമ്മേളനത്തിൽ ഒരാളിന് 500 രൂപ, അരക്കുപ്പി മദ്യം, അതുപോലെ ഒരു ആട് ബിരിയാണി, ഇത്രയും കൊടുത്താൽ ആൾക്കാർ വരും, പങ്കെടുക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ആൾക്കാർ ഈ പണം വാങ്ങിക്കൊണ്ട് യോഗങ്ങളിൽ, സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പ്രവണത, അത് തമിഴ്നാട്ടിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ നടക്കില്ല. കേരളത്തിൽ കാശ് കൊടുത്താൽ ആൾക്കാർ വരുന്ന ഒരു രീതി, അത് അങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കില്ല കേരളത്തിൽ. പക്ഷേ ഇത് തമിഴ്നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും അതൊക്കെ അത്യാവശ്യം വിജയിപ്പിക്കാം. അതിനൊക്കെ അപ്പുറത്തേക്ക് അതൊന്നുമില്ലാതെ ജനക്കൂട്ടത്തെ കൊണ്ടുവരാൻ ഈ അണ്ണാമലൈ എന്ന നേതാവിന് കഴിയുന്നുണ്ട്. അതാണ് BJP-യുടെ അവിടുത്തെ വിജയം. അതാണ് 1.5% വോട്ടിൽ നിന്ന് അത് 13.5%, 10%-ത്തിലധികം ഒറ്റയടിക്ക് വളർത്തിയെടുക്കാൻ അണ്ണാമലൈക്ക് സാധിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ സ്റ്റാലിൻ നേരിടുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. സ്റ്റാലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്രമമെടുത്ത് മാറി നിൽക്കേണ്ടെന്ന അവസ്ഥ, ഇതൊക്കെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സയും വിശ്രമവും ആവശ്യമാണ് ഏത് മനുഷ്യനും. അപ്പോൾ അദ്ദേഹത്തിനും അതൊക്കെ ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നാൽ അത് DMK രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി നൽകും എന്ന് തീർച്ചയാണ്. സ്റ്റാലിനെ പോലൊരു നേതാവ് DMK-യിൽ വേറെ ഇല്ല. കരുണാനിധിയുടെ പാരമ്പര്യം, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം, ഇതൊക്കെ തമിഴ് ജനത സ്റ്റാലിനിൽ കാണുന്നു എന്നുള്ളതാണ്. അതേസമയം അത് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു DMK നേതാവിലോ അവർ അത് കാണുന്നില്ല. ഈ DMK പ്രവർത്തകർക്ക് സ്റ്റാലിനും മകനും ഒക്കെ വലുതായിരിക്കാം. അവരെ ഈ പറഞ്ഞ നേതാവിനെയും നേതാവിൻ്റെ മകനെയൊക്കെ തലയിലെടുത്ത് വെച്ച് പൂജിക്കുന്നുണ്ടാകാം. പക്ഷേ തമിഴ് ജനത അങ്ങനെ ചെയ്യണമെന്നില്ല എന്നല്ല, അങ്ങനെ ചെയ്യുന്നില്ല. അവിടെ മറ്റു പല നേതാക്കളും ആ സ്ഥാനത്തേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വരുന്നവർ തമിഴകം പിടിച്ചെടുക്കും. തമിഴ് രാഷ്ട്രീയം അവരുടെ കയ്യിലിരിക്കും. ആ രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാണ് അവരുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ DMK-ക്ക് വലിയ 2 വെല്ലുവിളികൾ തമിഴ്നാട്ടിലുണ്ട്. ഒന്ന് അണ്ണാമലൈ, കുപ്പുസ്വാമി അണ്ണാമലൈ. രണ്ടാമത്തത് വിജയ് എന്ന നടൻ. ഈ വിജയ് എന്ന നടൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അവിടെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിനും കയറി വരാനുള്ള വഴി തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു സ്പേസ് സ്വയം അധ്വാനിച്ച് വഴി വെട്ടിയുണ്ടാക്കി തൻ്റേതായ ഒരു തട്ടകം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ അണ്ണാമലൈക്കും അവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇത് രണ്ടും DMK-ക്ക് വലിയ വെല്ലുവിളിയാണ്. DMK-യുടെ വോട്ടർമാരെ, DMK-യിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളെ പിടിച്ചെടുക്കാൻ ഈ 2 പേർക്കും സാധിക്കും എന്നുള്ളതാണ്. ഒരു കാലത്ത് ജയലളിത, എം കരുണാനിധി, അതുപോലെ അണ്ണാദുരൈ, അതുപോലെയുള്ള കാമരാജ്, MGR, അതുപോലെയുള്ള നേതാക്കൾ എങ്ങനെയാണോ തമിഴകം പിടിച്ചെടുത്തത്, അതുപോലെ ഇന്ന് തമിഴകം പിടിച്ചെടുക്കാൻ നിൽക്കുന്ന 2 നേതാക്കളാണ് അണ്ണാമലൈയും വിജയിന് സിനിമ എന്നുള്ള ഒരു മാസ്മരിക ഒരു ലോകത്തിൻ്റെ സപ്പോർട്ടുണ്ട്, പിന്തുണയുണ്ട്. അണ്ണാമലൈക്ക് അതൊന്നുമില്ല. ജനകീയനായി ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അണ്ണാമലൈക്കും വലിയ സ്വീകാര്യതയുണ്ട്. ഇത് രണ്ടും ഒരുപോലെ സ്റ്റാലിനും DMK-ക്കും തലവേദന സൃഷ്ടിക്കും എന്ന് തീർച്ചയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹം തൻ്റെ രോഗം മാറി എത്രയും പെട്ടെന്ന് തൻ്റെ തട്ടകമായ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം.